സക്സസ് ഫയലിൽ ഇന്നത്തേത് ഒരു റിവിഷൻ ക്ലാസ് ആണ്. ഇന്നത്തെ റിവിഷൻ നമ്മളൊരു മോക്ക് ടെസ്റ്റ് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കുകൾ കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം, ഇന്ദിരാ പോയിന്റിന്റെ പഴയ പേര്. ഇന്ദിരാ പോയിന്റിന്റെ പഴയ പേര് പിഗ്മാലിയൻ പോയിന്റ്. ഇന്ദിരാ പോയിന്റിന്റെ പഴയ പേരാണ് പിഗ്മാലിയൻ പോയിന്റ്. ഹിമാദ്രി പർവ്വതനിരകൾ അറിയപ്പെടുന്ന മറ്റൊരു പേര്. ഹിമാദ്രി പർവ്വതനിരകൾ അറിയപ്പെടുന്ന മറ്റൊരു പേര് ഗ്രേറ്റർ ഹിമാലയാസ്. ഹിമാദ്രി പർവ്വതനിരകൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഗ്രേറ്റർ ഹിമാലയാസ്. മലബാർ ഹിൽസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? മലബാർ ഹിൽസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? മുംബൈ. മുംബൈയിലാണ് മലബാർ ഹിൽസ് സ്ഥിതി ചെയ്യുന്നത്. സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ലക്നൗ. ലക്നൌവിലാണ് സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ധാതു പര്യവേഷണത്തിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള സർക്കാർ സ്ഥാപനം. ഇന്ത്യയിൽ ധാതു പര്യവേഷണത്തിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള സർക്കാർ സ്ഥാപനം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ധാതു പര്യവേഷണത്തിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള സർക്കാർ സ്ഥാപനമാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ശുദ്ധി പ്രസ്ഥാന സ്ഥാപകൻ ആര്? ശുദ്ധി പ്രസ്ഥാന സ്ഥാപകൻ ആര്? സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ശുദ്ധി പ്രസ്ഥാന സ്ഥാപകൻ. തടാകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത്. തടാകങ്ങളുടെ നഗരം എന്ന് അറിയപ്പെടുന്നത് ഉദയ്പൂർ. ഉദയ്പൂർ ആണ് തടാകങ്ങളുടെ നഗരം എന്ന് അറിയപ്പെടുന്നത്. തമിഴ്നാടിന്റെ നെല്ലറ. തമിഴ്നാടിന്റെ നെല്ലറ. തഞ്ചാവൂർ. തഞ്ചാവൂർ ആണ് തമിഴ്നാടിന്റെ നെല്ലറ എന്ന് അറിയപ്പെടുന്നത്. ഓപ്ഷൻ ഡി, തഞ്ചാവൂർ. ഇന്ത്യയിലെ പേൾ ഹാർബർ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ പേൾ ഹാർബർ എന്ന് അറിയപ്പെടുന്നത് തൂത്തുക്കുടി. തൂത്തുക്കുടിയാണ് ഇന്ത്യയിലെ പേൾ ഹാർബർ എന്ന് അറിയപ്പെടുന്നത്. അഹാഡ്സ് ഏത് പ്രദേശത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്? അഹാഡ്സ് ഏത് പ്രദേശത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്? അട്ടപ്പാടി. ഓപ്ഷൻ എ, അട്ടപ്പാടി. ഏതു രാജ്യത്തിന്റെ കോളനിയായിരുന്നു ദാദ്ര നാഗർ ഹവേലി? ഏതു രാജ്യത്തിന്റെ കോളനിയായിരുന്നു ദാദ്ര നാഗർ ഹവേലി? പോർച്ചുഗൽ. ഓപ്ഷൻ ഡി, പോർച്ചുഗൽ. ചെറുകാടിന്റെ യഥാർത്ഥ നാമം. ചെറുകാടിന്റെ യഥാർത്ഥ നാമം ഗോവിന്ദ പിഷാരടി. ഗോവിന്ദ പിഷാരടി എന്നതാണ് ചെറുകാടിന്റെ യഥാർത്ഥ നാമം. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടം. അഗസ്ത്യാർകൂടമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക്. വാംബെ പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത്. വാംബെ പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത് പാർപ്പിടം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, പാർപ്പിടം. കാവേരിയുടെ ഒരു പോഷക നദി കേരളത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അത് ഏതാണ്? കാവേരിയുടെ ഒരു പോഷക നദി കേരളത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു. അത് ഏതാണ്? കബനി. ഓപ്ഷൻ സി, കബനി. ഡോട്ട്സ് ഏത് രോഗത്തിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡോട്ട്സ് ഏത് രോഗത്തിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്ഷയം. ഓപ്ഷൻ ഡി, ക്ഷയം. പ്രധാനമന്ത്രിയാവാനുള്ള കുറഞ്ഞ പ്രായം എത്ര? പ്രധാനമന്ത്രിയാകുവാനുള്ള കുറഞ്ഞ പ്രായം എത്ര? 25. 25 വയസ്സാണ് പ്രധാനമന്ത്രിയാകുവാനുള്ള കുറഞ്ഞ പ്രായം. മോസിൻഡ്രോം ഏത് സംസ്ഥാനത്താണ്? മോസിൻഡ്രോം ഏത് സംസ്ഥാനത്താണ്? മേഘാലയ. ഓപ്ഷൻ ബി, മേഘാലയ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്?
1993 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ക്ഷീരോൽപ്പന്നങ്ങൾക്ക് പ്രസിദ്ധമായ ആനന്ദ് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ക്ഷീരോൽപ്പന്നങ്ങൾക്ക് പ്രസിദ്ധമായ ആനന്ദ് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഗുജറാത്ത്. ഓപ്ഷൻ ഡി ഗുജറാത്ത്. ഭരണഘടനയുടെ 61ാം ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഭരണഘടനയുടെ 61ാം ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? വോട്ട് ചെയ്യുവാനുള്ള കുറഞ്ഞ പ്രായം 18 വയസ്സാക്കി. ഏത് തെന്നിന്ത്യൻ സംസ്ഥാനത്താണ് പോയിന്റ് കാലിമർ എന്ന വന്യജീവി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്? ഏത് തെന്നിന്ത്യൻ സംസ്ഥാനത്താണ് പോയിന്റ് കാലിമർ എന്ന വന്യജീവി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാട്. ഓപ്ഷൻ ബി തമിഴ്നാട്. K2 കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയുടെ പേര്? K2 കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയുടെ പേര്? കാരക്കോറം. ഓപ്ഷൻ എ കാരക്കോറം. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയത്തിന് ഉദാഹരണം ഏത്? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയത്തിന് ഉദാഹരണം ഏത്? ആസൂത്രണം. ഓപ്ഷൻ സി ആസൂത്രണം. സൂപ്പർ ഹാലോജൻ എന്നറിയപ്പെടുന്നത്? സൂപ്പർ ഹാലോജൻ എന്ന് അറിയപ്പെടുന്നത്? ഫ്ലൂറിൻ. ഫ്ലൂറിൻ ആണ് സൂപ്പർ ഹാലോജൻ എന്ന് അറിയപ്പെടുന്നത്. ആദ്യമായി കണ്ടെത്തിയ സസ്യ ഹോർമോൺ? ആദ്യമായി കണ്ടെത്തിയ സസ്യ ഹോർമോൺ? ഓക്സിൻ. ഓക്സിൻ ആണ് ആദ്യമായി കണ്ടെത്തിയ സസ്യ ഹോർമോൺ. രാജ്യസഭയുടെ കാലാവധി എത്ര? രാജ്യസഭയുടെ കാലാവധി എത്ര? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. രാജ്യസഭ എന്നത് സ്ഥിരം സഭയാണ്. സ്ഥിരം സഭയാണ്. ടിൻകൽ ഏത് മൂലകത്തിന്റെ അയിരാണ്? ടിൻകൽ ഏത് മൂലകത്തിന്റെ അയിരാണ്? ബോറോൺ. ഓപ്ഷൻ ബി ബോറോൺ. ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്ന്? 1986. ഓപ്ഷൻ എ 1986. ഗ്രാമീണ കാർഷിക വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബാങ്ക് ഏത്? ഗ്രാമീണ കാർഷിക വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബാങ്ക് ഏത്? നബാർഡ്. ഹെയ്ലി നാഷണൽ പാർക്കിന്റെ ഇപ്പോഴത്തെ പേര്? ഹെയ്ലി നാഷണൽ പാർക്കിന്റെ ഇപ്പോഴത്തെ പേര്? ജിം കോർബറ്റ്. ഹെയ്ലി നാഷണൽ പാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്ന പേരാണ് ജിം കോർബറ്റ്. പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത്? പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത്? ബാങ്കിംഗ്. കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത് ഏത്? കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത് ഏത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് കോശാസ്ഥികൂടം എന്ന് അറിയപ്പെടുന്നത്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഭൂപടങ്ങളിൽ തരിശുഭൂമിയെ രേഖപ്പെടുത്തുന്ന നിറം? ഭൂപടങ്ങളിൽ തരിശുഭൂമിയെ രേഖപ്പെടുത്തുന്ന നിറം? വെളുപ്പ്. വെളുപ്പ് നിറമാണ് ഭൂപടങ്ങളിൽ തരിശുഭൂമിയെ രേഖപ്പെടുത്തുന്നത്. വാർലി എന്ന ഗോത്രവിഭാഗം ഏത് സംസ്ഥാനത്താണ്? വാർലി എന്ന ഗോത്രവിഭാഗം ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. ഓപ്ഷൻ സി മഹാരാഷ്ട്ര. ആനക്കൊമ്പൻ ഏത് വിളയുടെ നാടൻ ഇനത്തിന് ഉദാഹരണമാണ്? ആനക്കൊമ്പൻ ഏത് വിളയുടെ നാടൻ ഇനത്തിന് ഉദാഹരണമാണ്? വെണ്ട. ഓപ്ഷൻ ഡി വെണ്ട. ഗുരുമുഖി ലിപി ഏത് ഭാഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗുരുമുഖി ലിപി ഏത് ഭാഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഞ്ചാബി. ഗുരുമുഖി ലിപി ഏത് ഭാഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഞ്ചാബി.
ഹൃദയ അറകളുടെ സങ്കോചത്തിന് എന്താണ് പറയുന്നത്? ഹൃദയ അറകളുടെ സങ്കോചത്തിന് എന്താണ് പറയുന്നത്? സിസ്റ്റളി. ഓപ്ഷൻ ബി സിസ്റ്റളി. ഒഡീഷയിലെ ഗുപ്തഗംഗ മലനിരകളിൽ ഉത്ഭവിക്കുന്ന നദി ഏത്? ഒഡീഷയിലെ ഗുപ്തഗംഗ മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏത്? ബൈതരണി. ഒഡീഷയിലെ ഗുപ്തഗംഗ മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് ബൈതരണി. കേരളത്തിന്റെ തനതുകലയായ കഥകളിയുടെ ആദിരൂപം. കേരളത്തിന്റെ തനതുകലയായ കഥകളിയുടെ ആദിരൂപം. രാമനാട്ടം. കഥകളിയുടെ ആദിരൂപമാണ് രാമനാട്ടം. താഴെ നൽകിയവയിൽ പ്ലവക്ഷമഫലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഏതിലാണ്? താഴെ നൽകിയവയിൽ പ്ലവക്ഷമഫലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഏതിലാണ്? ഉപ്പുവെള്ളം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഉപ്പുവെള്ളം. റോഹ്തങ് ചുരത്തിനു സമീപം കുളു മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏത്? റോഹ്തങ് ചുരത്തിനു സമീപം കുളു മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏത്? ബിയാസ്. ഓപ്ഷൻ സി ബിയാസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്ക്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്ക്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിള. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിള. പരുത്തി. പരുത്തിയാണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത്. കൃത്രിമ പാനീയങ്ങളിൽ എറിത്രോസിൻ ചേർക്കുന്നത് എന്തിന്? കൃത്രിമ പാനീയങ്ങളിൽ എറിത്രോസിൻ ചേർക്കുന്നത് എന്തിന്? ചുവപ്പ് നിറം നൽകാൻ. ഓപ്ഷൻ സി ചുവപ്പ് നിറം നൽകാൻ. ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത മിസൈൽ. ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത മിസൈൽ. ബ്രഹ്മോസ്. ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത മിസൈലാണ് ബ്രഹ്മോസ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് ഷഹീദ് സ്വരാജ് ദ്വീപുകൾ എന്ന് നാമകരണം ചെയ്തത് ആര്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് ഷഹീദ് സ്വരാജ് ദ്വീപുകൾ എന്ന് നാമകരണം ചെയ്തത് ആര്? സുഭാഷ് ചന്ദ്രബോസ്. ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ്. ഏത് സംസ്ഥാനത്താണ് സവർ ഖനി? ഏത് സംസ്ഥാനത്താണ് സവർ ഖനി? രാജസ്ഥാൻ. രാജസ്ഥാനിലാണ് സവർ ഖനി. സാധാരണയായി പാചകപാത്രങ്ങളുടെ കൈപ്പിടികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏത്? സാധാരണയായി പാചകപാത്രങ്ങളുടെ കൈപ്പിടികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏത്? ബേക്കലൈറ്റ്. ഓപ്ഷൻ എ ബേക്കലൈറ്റ്. നർമ്മദയ്ക്കും താപ്തിക്കും ഇടയിലുള്ള പർവ്വതനിര ഏതാണ്? നർമ്മദയ്ക്കും താപ്തിക്കും ഇടയിലുള്ള പർവ്വതനിര ഏതാണ്? സാത്പുര. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, സാത്പുര. വൈദ്യുതി കടന്നു പോകുമ്പോൾ ലായനിയിലോ ഉരുകിയ പദാർത്ഥത്തിലോ രാസമാറ്റമുണ്ടാകുന്ന പ്രക്രിയയ്ക്ക് പറയുന്നത് എന്ത്? വൈദ്യുതി കടന്നു പോകുമ്പോൾ ലായനിയിലോ ഉരുകിയ പദാർത്ഥത്തിലോ രാസമാറ്റമുണ്ടാകുന്ന പ്രക്രിയയ്ക്ക് പറയുന്നത് എന്ത്? വൈദ്യുത വിശ്ലേഷണം. ഓപ്ഷൻ സി വൈദ്യുത വിശ്ലേഷണം. ഓൺലൈൻ ഇടപാടുകളെ കൂടുതൽ സുരക്ഷിതമാക്കാൻ ഉപയോഗിക്കുന്ന OTP സംവിധാനത്തിന്റെ പൂർണ്ണരൂപം. ഓൺലൈൻ ഇടപാടുകളെ കൂടുതൽ സുരക്ഷിതമാക്കാൻ ഉപയോഗിക്കുന്ന OTP സംവിധാനത്തിന്റെ പൂർണ്ണരൂപം. വൺ ടൈം പാസ്വേഡ്. ഓപ്ഷൻ സി വൺ ടൈം പാസ്വേഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുഹാക്ഷേത്രം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുഹാക്ഷേത്രം. എല്ലോറ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുഹാക്ഷേത്രമാണ് എല്ലോറ. സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? കുഷ്ഠരോഗം. ഓപ്ഷൻ ഡി കുഷ്ഠരോഗം.
മഹാത്മാഗാന്ധി നാഷണൽ പാർക്ക് എവിടെയാണ്? മഹാത്മാഗാന്ധി നാഷണൽ പാർക്ക് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ. 2019 ഭൗമദിന സന്ദേശം എന്തായിരുന്നു? 2019 ഭൗമദിന സന്ദേശം എന്തായിരുന്നു? വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗങ്ങളെ സംരക്ഷിക്കാം. വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗങ്ങളെ സംരക്ഷിക്കാം. റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത് ആര്? റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത് ആര്? ഹെൻറി ബെക്കോറൽ. റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത് ഹെൻറി ബെക്കോറൽ. ഇന്ത്യയിൽ ഏത് വർഷമാണ് വനമഹോത്സവം ആരംഭിച്ചത്? ഇന്ത്യയിൽ ഏത് വർഷമാണ് വനമഹോത്സവം ആരംഭിച്ചത്? 1950. 1950 ഇന്ത്യയിൽ വനമഹോത്സവം ആരംഭിച്ചത്. യെല്ലോ റേറ്റിംഗ് എന്നത് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? യെല്ലോ റേറ്റിംഗ് എന്നത് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെസ്. ഓപ്ഷൻ ബി ചെസ്. ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം. ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. ന്യൂഡൽഹിയാണ് ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം. ഗോവയിലെ ചർച്ചുകളും കോൺവെന്റുകളും ഏത് യൂറോപ്യൻ ശക്തിയുടെ കാലത്ത് നിർമ്മിച്ചതാണ്? ഗോവയിലെ ചർച്ചുകളും കോൺവെന്റുകളും ഏത് യൂറോപ്യൻ ശക്തിയുടെ കാലത്ത് നിർമ്മിച്ചതാണ്? പോർച്ചുഗീസ്. ഓപ്ഷൻ സി പോർച്ചുഗീസ്. ഏത് സംസ്ഥാനത്താണ് നന്ദാദേവി ദേശീയോദ്യാനം? ഏത് സംസ്ഥാനത്താണ് നന്ദാദേവി ദേശീയോദ്യാനം? ഉത്തരാഖണ്ഡ്. ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ്. സദേൺ നേവൽ കമാൻഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? സദേൺ നേവൽ കമാൻഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? കൊച്ചി. ഓപ്ഷൻ സി കൊച്ചി. എന്താണ് ഡാൾട്ടണിസം? എന്താണ് ഡാൾട്ടണിസം? നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് ഡാൾട്ടണിസം. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്ത്? സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് എന്ത്? മെഡിസെപ്. ഓപ്ഷൻ എ മെഡിസെപ്. ബുധൻ കഴിഞ്ഞാൽ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം. ബുധൻ കഴിഞ്ഞാൽ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം. ശുക്രൻ. ഓപ്ഷൻ ഡി ശുക്രൻ. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്. അലൂവിയൽ. ഓപ്ഷൻ ബി അലൂവിയൽ. എഴുത്തച്ഛൻ പുരസ്കാരത്തുക എത്ര? എഴുത്തച്ഛൻ പുരസ്കാരത്തുക എത്ര? 5 ലക്ഷം. 5 ലക്ഷം രൂപയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തുക. ഏത് സംസ്ഥാനമാണ് നാഥുല ചുരം വഴി ടിബറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏത് സംസ്ഥാനമാണ് നാഥുല ചുരം വഴി ടിബറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? സിക്കിം. ഓപ്ഷൻ ഡി സിക്കിം. കേരള ഫോക്ലോർ അക്കാദമിയുടെ മുഖപത്രം. കേരള ഫോക്ലോർ അക്കാദമിയുടെ മുഖപത്രം. പൊലി. കേരള ഫോക്ലോർ അക്കാദമിയുടെ മുഖപത്രമാണ് പൊലി. റാലികളുടെ നഗരം എന്നറിയപ്പെടുന്നത്. റാലികളുടെ നഗരം എന്ന് അറിയപ്പെടുന്നത്. ന്യൂഡൽഹി. ന്യൂഡൽഹിയാണ് റാലികളുടെ നഗരം എന്ന് അറിയപ്പെടുന്നത്. മലബാർ സുന്ദരി ആര് വരച്ച ചിത്രമാണ്? മലബാർ സുന്ദരി ആര് വരച്ച ചിത്രമാണ്? രാജാ രവിവർമ്മ. മലബാർ സുന്ദരി എന്നത് രാജാ രവിവർമ്മ വരച്ച ചിത്രമാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ച വർഷം. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ച വർഷം 1995. 1995 നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ചത്.
ഏത് വർഷമാണ് ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിക്കപ്പെട്ടത്? ഏത് വർഷമാണ് ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിക്കപ്പെട്ടത്? 1951. 1951 ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിക്കപ്പെട്ടത്. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം. മലയാളി മെമ്മോറിയൽ. ഓപ്ഷൻ ബി മലയാളി മെമ്മോറിയൽ. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ഉയരം. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ഉയരം 26 മീറ്റർ. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ഉയരം 26 മീറ്റർ. ഭരണഘടനയിൽ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ. ഭരണഘടനയിൽ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ. 25 മുതൽ 28 വരെ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 25 മുതൽ 28 വരെ. അസിർഗഡ് ചുരം ഏത് സംസ്ഥാനത്താണ്? അസിർഗഡ് ചുരം ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. ഓപ്ഷൻ സി മധ്യപ്രദേശ്. തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി രാഷ്ട്രത്തലവനായുള്ള വ്യവസ്ഥയ്ക്ക് പറയുന്ന പേര്. തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി രാഷ്ട്രത്തലവനായുള്ള വ്യവസ്ഥയ്ക്ക് പറയുന്ന പേര്. റിപ്പബ്ലിക്. ഓപ്ഷൻ ബി റിപ്പബ്ലിക്. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ഉപഗ്രഹാധിഷ്ഠിത ഗതി നിർണയ സംവിധാനം ഏത്? ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ഉപഗ്രഹാധിഷ്ഠിത ഗതി നിർണയ സംവിധാനം ഏത്? IRNSS. ഓപ്ഷൻ ബി ആണ് ഉത്തരം. IRNSS. ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ജില്ല. ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ജില്ല. വയനാട്. ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ജില്ലയാണ് വയനാട്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ന്യൂഡൽഹി. ഓപ്ഷൻ എ ന്യൂഡൽഹി. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഏത് സംഭവത്തിലാണ് 2019 ബ്രിട്ടൻ ഖേദം പ്രകടിപ്പിച്ചത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടാണ് 2019 ബ്രിട്ടൻ ഖേദം പ്രകടിപ്പിച്ചത്. ഇന്ത്യയിലെ ആഭ്യന്തര വ്യോമയാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആര്? ഇന്ത്യയിലെ ആഭ്യന്തര വ്യോമയാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആര്? JRD ടാറ്റ. JRD ടാറ്റ. നീന്തൽക്കുളങ്ങൾ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന വാതകം. നീന്തൽക്കുളങ്ങൾ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന വാതകം. ക്ലോറിൻ. നീന്തൽക്കുളങ്ങൾ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന വാതകമാണ് ക്ലോറിൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി. ഓപ്ഷൻ എ ഫസൽ അലി. രാജസ്ഥാനിലെ കോലിഹാർ ഖനി ഏത് ധാതുവിനാണ് പ്രസിദ്ധം? രാജസ്ഥാനിലെ കോലിഹാൻ ഖനി ഏത് ധാതുവിനാണ് പ്രസിദ്ധം? ചെമ്പ്. ഓപ്ഷൻ ഡി ചെമ്പ്. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം 1975. ഓപ്ഷൻ ബി 1975. ദുൽഹസ്തി പവർ പ്രോജക്റ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ദുൽഹസ്തി പവർ പ്രോജക്റ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിലാണ് ദുൽഹസ്തി പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ജമ്മു കാശ്മീർ. കേരള ലളിത കലാ അക്കാദമി സ്ഥാപിതമായ വർഷം. കേരള ലളിത കലാ അക്കാദമി സ്ഥാപിതമായ വർഷം 1954. 1954 കേന്ദ്ര ലളിത കലാ അക്കാദമി സ്ഥാപിതമായത്. ഇന്ത്യൻ കരസേനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ കരസേനയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. സ്ട്രിംഗർ ലോറൻസ്. സ്ട്രിംഗർ ലോറൻസ് ആണ് ഇന്ത്യൻ കരസേനയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്.
സമത്വ സമാജം സ്ഥാപിച്ചത് ആര്? സമത്വ സമാജം സ്ഥാപിച്ചത് ആര്? വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത്. താഴെ നൽകിയവയിൽ GST നിരക്കിൽ ഉൾപ്പെടാത്തത് ഏത്? താഴെ നൽകിയവയിൽ GST നിരക്കിൽ ഉൾപ്പെടാത്തത് ഏത്? 26%. ഓപ്ഷൻ ഡി 26%. ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ ഫലമായി രൂപം കൊണ്ട ഭാഷ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്? ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ ഫലമായി രൂപം കൊണ്ട ഭാഷ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്? ഉറുദു. ഉറുദു ആണ് ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ ഫലമായി രൂപം കൊണ്ട ഭാഷ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ത്രിമൂർത്തി ശില്പങ്ങൾക്ക് പ്രസിദ്ധമായ ഗുഹ ഏതാണ്? ത്രിമൂർത്തി ശില്പങ്ങൾക്ക് പ്രസിദ്ധമായ ഗുഹ ഏതാണ്? എലഫന്റ് കേവ്സ് ആണ് ത്രിമൂർത്തി ശില്പങ്ങൾക്ക് പ്രസിദ്ധമായ ഗുഹ. ഏത് മലനിരകളിലാണ് ഹാൽഡിഘട്ടി സ്ഥിതി ചെയ്യുന്നത്? ഏത് മലനിരകളിലാണ് ഹാൽഡിഘട്ടി സ്ഥിതി ചെയ്യുന്നത്? ആരവല്ലി. ഓപ്ഷൻ ഡി ആരവല്ലി. സുഖവാസ കേന്ദ്രമായ കൂനൂർ ഏത് സംസ്ഥാനത്താണ്? സുഖവാസ കേന്ദ്രമായ കൂനൂർ ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. ഓപ്ഷൻ ബി തമിഴ്നാട്. ഇന്ത്യയിൽ വ്യവസായവൽക്കരണത്തിന് അടിത്തറയിട്ട വ്യവസായം. ഇന്ത്യയിൽ വ്യവസായവൽക്കരണത്തിന് അടിത്തറയിട്ട വ്യവസായം? പരുത്തിത്തുണി വ്യവസായം. പരുത്തിത്തുണി വ്യവസായമാണ് ഇന്ത്യയിൽ വ്യവസായവൽക്കരണത്തിന് അടിത്തറയിട്ട വ്യവസായം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആസ്ബസ്റ്റോസ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആസ്ബസ്റ്റോസ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? രാജസ്ഥാൻ. ഓപ്ഷൻ എ രാജസ്ഥാൻ. ഓംകാരേശ്വർ ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്തിലാണ്? ഓംകാരേശ്വർ ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്തിലാണ്? മധ്യപ്രദേശ്. കൂടുതൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.